ഇന്നത്തെ നമ്മുടെ കിടിലൻ സംഗതി ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഈ ഇടുക്കി ജില്ലയിൽ പോയാൽ അറിയാം, എവിടെ തിരിഞ്ഞു നോക്കിയാലും പാറകളും പാറക്കെട്ടുകളും ഒക്കെ കാണാൻ പറ്റും അല്ലേ. നമ്മൾ കാണാൻ പോകുന്ന പാറയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുമുണ്ട്. രാജകുമാരിയിലെ ഖജനാപാറ എന്ന സ്ഥലത്തെ ഒരു പാറ വളരുന്നു എന്നാണ് ഇന്നാട്ടുകാർ പറയുന്നത്, അതായത് ഇടുക്കിക്കാർ പറയുന്നത്. എന്താണ് ആ പാറയ്ക്ക് പിന്നിലെ രഹസ്യം എന്നറിയാം? എവറസ്റ്റ് കൊടുമുടി പ്രതിവർഷം 0.2 മുതൽ 5 മില്ലിമീറ്റർ വരെ വളരുന്നുവെന്നാണ് ഗൂഗിൾ പറയുന്നത്. അങ്ങനെ ഒരു പാറ കഥയിലേക്ക് പോയി വരാം. ഇടുക്കി ജില്ലയിലെ ഖജനാപാറയിലാണ് ഒരു ഭീമൻ പാറയുള്ളത്. ആ പാറയെ ചുറ്റിപ്പറ്റി നിരവധി കഥകളാണുള്ളത്. അത് വളരുന്നുവെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ കണ്ടുവരാം. നിരപ്പായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പാറ എങ്ങനെ വന്നുവെന്ന് ഒറ്റ നോട്ടത്തിലെ കൗതുകമുണ്ടാകും. 20 അടി ഉയരത്തിലും വീതിയിലും ഒറ്റയ്ക്കൊരു പാറ. നാട്ടുകാർ പലരും പറയുന്നത് ഈ പാറ വളരുന്നുവെന്നാണ്. രാജവംശകാലത്ത് ഖജനാവ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് പാറ സ്ഥിതി ചെയ്യുന്നതെന്നാണ് മറ്റു ചിലർ പറയുന്നത്. ഈ കഥയ്ക്കാണ് വിശ്വാസ്യത കൂടുതലെന്ന് വേണം കരുതാൻ. അതാണല്ലോ പാറയ്ക്ക് ഖജനാപാറ എന്ന് പേര് വീണത്. യഥാർത്ഥത്തിൽ പാറ കാണുമ്പോൾ ഇതിൻ്റെ വീതി വളരെ കുറവാണ്. ഇത് ഒരു നട്ട് വെച്ചതുപോലെയാണ്, എന്ന് പറഞ്ഞാൽ സ്ഥാപിച്ചതുപോലെയാണ്. കാരണം ഒരു പാറയാണെങ്കിൽ ഇങ്ങനെ പടർന്നിരിക്കും. ഇതിൻ്റെ പ്രത്യേകത അങ്ങനെയല്ല. ഇത് ഒരു പാറ കൊണ്ടുവന്ന് ഇങ്ങനെ സ്ഥാപിച്ചതായിട്ടതുപോലെയാണ് ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ തന്നെ വളർന്ന് വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ന് വളരും. ഇത്ര കാലത്തിന് ഇത്ര വന്നിട്ടുണ്ട്. ഇന്ന് രാഷ്ട്രീയമായിട്ട് മാറില്ല. പതിറ്റാണ്ടുകളായി എന്നും കാണുന്ന ശിലയെ ആരാധിക്കുന്നവരും ഇവിടുണ്ട്. പ്രദേശത്തിന്റെ ആകെ ശക്തിയാണെന്നാണ് ചിലർ പറയുന്നത്. അങ്ങനെ ഒരു ദൈവീകമായ പരിവേഷവും പാറയിൽ കാണുന്നുണ്ട്. இது ஒரு தெய்வமாக தான் வச்சுருக்கு. சாதா பாறை இல்லது. பாறை ஆனால் வளருதுன்னு சொல்கிறாங்க. ஆனால் நம்மளுக்கு அந்த பாறை சரியாகவும் நம்மளுக்கு தெரியல, அது பாறை வளருதா வளரலையான்ட்டு. ஆனால் பார்த்தா அது ஒரு பெரிய வளர்ச்சி மாதிரி தான் தெரியுது. ஆனால் அது ஒரு எங்கள் சமுதாயத்துக்கு ஒரு குலதெய்வமாகவும் ஒரு தெய்வமாக சாமி கும்பிட்ற அளவுக்கு എല്ലാ സാമിക്ക് ഈക്വലാ தான் വെച്ചിരിക്ക്. കഥകൾ പലതെങ്കിലും ഖജനാപാറയിലെ ഭീമൻ പാറയ്ക്ക് ചരിത്രമുണ്ടെന്ന് ഉറപ്പാണ്. പാറയുടെ മറുവശത്ത് അവ്യക്തമായ പഴയ ലിപികൾ കൊത്തിയിരിക്കുന്നത് കാണാം. 11-ാം നൂറ്റാണ്ടിലെ ചോള ശിലാശാസനം എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. ചോളവംശത്തിലെ ഭരണാധികാരിയായിരുന്ന രാജേന്ദ്ര ചോളന്റെ ഭരണത്തിന്റെ 10ാം വർഷത്തിലെ രാജശാസനമാണ് ഇതെന്നാണ് കണ്ടെത്തൽ. മധ്യകേരളത്തിൽ കണ്ടെത്തിയ ചോളകാലത്തെ ആദ്യ ശാസനമാണ് ഖജനാപാറയിലേത് എന്നാണ് മറ്റൊരു പ്രത്യേകത. ശാസനത്തിൽ രാജേന്ദ്ര ചോളന്റെ ഭരണ നേട്ടങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേരള സർവകലാശാല പുരാവസ്തു പഠന വകുപ്പ് മുൻപ് ഇതേക്കുറിച്ച് പഠനം നടത്തിയിരുന്നു. രാജപ്രമുഖരുടെ മരണവുമായി ബന്ധപ്പെട്ട് ശിലായുഗ കാലത്ത് സ്ഥാപിച്ച സ്മാരക ശിലയാണെന്നും സംശയിക്കപ്പെടുന്നു. പിന്നീട് ശാസനം കൊത്തിവെച്ചതാകാമെന്നാണ് പുരാവസ്തു വിദഗ്ധരുടെ നിഗമനം. ഇത്രയേറെ ഐതിഹ്യങ്ങളും ചരിത്രവും അവകാശപ്പെടുന്ന പാറ കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. പാറയുടെ അടിഭാഗത്തെ മണ്ണ് കാലങ്ങൾ കൊണ്ട് നീങ്ങി പാറ വളർന്നുവെന്നാണ് വാസ്തവമെങ്കിലും ഈ വളരും പാറ ഖജനാപാറയിലെ ശ്രദ്ധാകേന്ദ്രമാണ്. സനൽ ഇളമ്പിച്ചയ്ക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.